ഇന്ത്യൻ സൈന്യം വളരെ ആഹ്ലാദത്തിലാണ്. നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈന്യമെന്ന ഒരു സൽപ്പേരും നമുക്കുണ്ട്. കരസേന, നാവികസേന, വായുസേന എന്നിവയ്ക്കൊപ്പം തീര സംരക്ഷണ സേനയും നമ്മുടെ സേനകളുടെ ദൗത്യവും രാജ്യത്തിൻ്റെ സുരക്ഷയും അതിർത്തി സംരക്ഷണവും തന്നെയാണ് നിലവിലുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനം കാക്ഷിക്കുന്നവരും ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവുമായ ഇന്ത്യയിൽ യുദ്ധങ്ങൾക്കൊന്നും വലിയൊരു പ്രസക്തിയൊന്നുമില്ല എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമുള്ളതും ഇന്ത്യക്കാണ്. സൈനികരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്കായി സമാധാന പരിപാലന സേനയ്ക്കായി ഏറ്റവും കൂടുതൽ സൈനികരെ ഇങ്ങനെ സംഭാവന ചെയ്യുന്നതും നാമാണ്. നമ്മുടെ എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും സർവ്വസേനാധിപതി ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു തന്നെയാണ് സൈന്യ സേനാധിപതി. നിലവിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനൊപ്പം ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രപതി. അതുതന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഭീകരവാദികൾ അവിടെ നടത്തിയ ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി വലിയ തിരിച്ചടിക്കാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാതിലൂടെ അദ്ദേഹം വ്യക്തമായ ഒരു ദിശാബോധവും വിശദീകരണവും മോദി നൽകിക്കഴിഞ്ഞു. പഹൽഗാം സംഭവത്തിൽ മുഴുവൻ ഭാരതീയരുടെയും രക്തം തിളക്കുകയാണെന്നും പാകിസ്ഥാന് ചുട്ട മറുപടി തന്നെ നൽകുമെന്നും വളരെ അസന്നിഗ്ധമായി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെതിരെയായുള്ള നീക്കത്തിന്റെ തീരുമാനങ്ങൾ അണിയറയിൽ നടന്നു വരികയാണ്. അമേരിക്കയും ഇസ്രയേലും അറേബ്യൻ രാഷ്ട്രങ്ങളുമൊക്കെ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പാകിസ്ഥാന് ഒരു പ്രഹരം കൂടിയേ തീരൂ എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത്. RSS അടക്കമുള്ള സംഘടനയിൽ നിന്നും അനുമതി മോദിയും ഷായും നേടിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ട്. ആ തിരിച്ചറിവിലാണ് ഇന്ത്യ സേനകളെ അതിർത്തിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നതും ഏതു സമയത്തും പ്രതിരോധത്തിനായി തയ്യാറെടുക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നതും. അതിൻ്റെ ആദ്യ പടിയെന്നോണം അതിർത്തി ഗ്രാമമായ ജമ്മു കാശ്മീരിൽ നിന്നും ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരെയും കണ്ടെത്തുകയും നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് പഹൽഗാം സംഭവത്തിന്റെ പിറ്റേ ദിവസം മുതൽ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. 2000-ൽ പരം ആളുകളെയാണല്ലോ കാശ്മീരിൽ പഹൽഗാം സംഭവത്തിന്റെ വെളിച്ചത്തിൽ അവിടെ അറസ്റ്റ് ചെയ്തത്. നിരവധി ഭീകരരെ കണ്ടെത്തി അവരെ വകവരുത്തുകയും അവരുടെ വീടുകൾ തച്ചു തകർക്കുകയും ചെയ്തു വരുന്നു. അതിനെല്ലാം പ്രാദേശിക ഭരണകൂടങ്ങളുടെയും അവിടുത്തെ സിവിലിയന്മാരുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നൊരു ദൗത്യവും സേന അവിടെ നേടിക്കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും അതിർത്തി കടന്നുള്ള പാകിസ്ഥാനിൽ ചെന്നുള്ള ആ ഒരു ആക്രമണത്തെയാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിന് വലിയ താമസമുണ്ടായില്ല എങ്കിലും ആ അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും അതിലൂടെ സംതൃപ്തി അടയുവാനുമാണ് ഭൂരിഭാഗം ഭാരതീയരുടെയും ഇപ്പോൾ മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുന്നത്. 1962-ലും 1967-ലുമായി പാകിസ്ഥാനുമായി ഇന്ത്യ ഏറ്റുമുട്ടിയ ആ 4 യുദ്ധങ്ങളും ചൈനയുമായി ഇന്ത്യൻ സേന നടത്തിയ 2 യുദ്ധങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. 1999-ൽ അന്ന് നടന്ന ഏറ്റവും വലിയ പർവ്വത യുദ്ധമായിട്ടുള്ള കാർഗിൽ യുദ്ധവും അത് നമ്മൾ മറന്നിട്ടില്ല. ഇനി പാകിസ്ഥാനോടുള്ള പ്രഹരത്തിലൂടെ നമ്മുടെ സൈനിക ബഹുമതിയായ പരമവീരചക്രവും മഹാവീരചക്രവും വീരചക്രവും യഥാവിധി എത്ര സൈനികർക്ക് ലഭിക്കുമെന്ന് കൂടിയാണ് ഇനി കാണേണ്ടത്.